ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സോയ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കാം. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ നെയ്യും ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സവാള, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി ഇത്രയും അരിഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബിരിയാണിയുടെ അരി നമുക്ക് വേവിക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. നെയ്യ് വീഴ്ത്തിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് അണ്ടിപ്പരിപ്പിട്ട് മൂത്ത് വരുമ്പോഴത്തേനും മുന്തിരിയും കൂടെ ഇട്ട് വറുത്ത് നമുക്ക് കോരി മാറ്റി വെച്ചിരിക്കാം. അതിനുശേഷം ഇതേ പാനിൽ തന്നെ കുറച്ച് കൂടെ എണ്ണ വീഴ്ത്തിയിട്ട് അതിലോട്ട് നമുക്ക് സോയ ഒന്ന് വറുത്തെടുക്കാം. സോയ ഒന്ന് നിറം മാറി വരുമ്പോഴത്തേനും നമുക്ക് അതിനെ വേറൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. അതിനുശേഷം വീണ്ടും ഇതേ പാൻ തന്നെ വച്ചിട്ട് ശകലം കൂടെ എണ്ണ വീഴ്ത്തിയിട്ട് പെരുംജീരകം, കറുപ്പട്ട, ഏലക്ക എന്നീ സാധനങ്ങൾ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാളയിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എങ്കിൽ തന്നെ പെട്ടെന്ന് ഒന്ന് വഴണ്ട് വരത്തുള്ളൂ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി ക്യാപ്സിക്കവും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തക്കാളിയൊക്കെ വെന്തുടയുന്നത് വരെ നമുക്ക് നല്ലപോലെ വഴറ്റിക്കൊണ്ട് തന്നെ ഇരിക്കാം. ഇതൊക്കെ ഒന്ന് നിറം മാറി വരുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ പച്ചമണം ഒന്ന് മാറുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്തിടണം. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയയും ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതിലൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടെ വീത്തി കൊടുക്കാവേ, എങ്കിൽ തന്നെ നമ്മൾ ചോറിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേനും ഇത്തിരി കൂടെ എളുപ്പമായിരിക്കത്തുള്ളൂ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി അരിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലൂടെ. ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇതിന് പുറത്ത് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട് അത് നമ്മൾ മൂടി വെച്ച് കുറച്ച് മിനിറ്റ് വേവിക്കുക വീണ്ടും. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സോയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം.